കോഴിക്കോട് കൊയിലാണ്ടി അരിക്കുളത്ത് കിണർ ഇടിഞ്ഞു താഴുന്നു എന്ന് അവിടുന്ന് രാഹുൽ സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നു. നടുവിലത്ത് മീത്തൽ കോളനിയിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ കിണറാണ് താഴ്ന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷാണ് ചേരുന്നത്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഇതൊരു കുടിവെള്ള പദ്ധതിയുടെ കിണറാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന പ്രതിസന്ധികൾ ഒരു വശത്തുണ്ട്. മറ്റൊന്ന്, ആ മേഖലകളിൽ പലയിടങ്ങളിലും, കോഴിക്കോട് ജില്ലകളിൽ പലയിടങ്ങളിലും വയനാട് ദുരന്തത്തിന് ശേഷം ശബ്ദം കേൾക്കുകയും പല പ്രതിഭാസങ്ങളും ഉണ്ടാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രാഥമിക നിഗമനം മാത്രമല്ല ഇപ്പോൾ വന്നിട്ടുണ്ടാവും? പ്രജിൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. കോഴിക്കോട് ഇന്നലെ ആരംഭിച്ച മഴ ഇടവിട്ട് ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിലാണ് മഴക്കെടുതിയുടെ ഒരു വാർത്ത കൊയിലാണ്ടിയിൽ നിന്നും പുറത്തു വരുന്നത്. കൊയിലാണ്ടി അരിക്കുളത്താണ് ഒരു കിണർ ഇടിഞ്ഞു താഴ്ന്നിട്ടുള്ളത്. നടുവിലടുത്ത് മീത്തൽ കോളനിയിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. 60ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളത്തിന് വേണ്ടി ഈ കിണറിനെ ആശ്രയിച്ചിരുന്നത്. ആ കിണറാണ് ഉഗ്ര ശബ്ദത്തോടു കൂടി ഇന്നലെ രാത്രി 7 മണിയോടെ ഇടിഞ്ഞു താഴ്ന്നത്. ഈ കിണറിന് സമീപം ഒരു വീടുണ്ടായിരുന്നു. ആ വീട് ഇപ്പോൾ അപകടാവസ്ഥയിലായിരിക്കുകയാണ്. കാനത്ത് ബിജുവിന്റെ വീടാണ് അപകടാവസ്ഥയിലായത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ടുകൊണ്ട് ഈ ബിജുവിനെയും കുടുംബത്തെ ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഈ 60ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ മറ്റ് സംവിധാനങ്ങൾ ചെയ്യുമെന്നാണ് പഞ്ചായത്തും അതോടൊപ്പം തന്നെ അവിടുത്തെ MLA-യും നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ക്രിസ്റ്റീന പ്രജി. ശരി, അതാണ് രാഹുൽ സുരേഷ് കോഴിക്കോട് നൽകിയ വിവരങ്ങൾ.